ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും നാം പ്രാപിക്കുമാറാകട്ടെ. പ്രാപിച്ചോരെ മരണം ബാധിക്കുന്നേവം നിദ്രാവശരായോർ വീണ്ടും ഘോഷിച്ച ശാസ്ത്രീശൻ Amen.
ദൈവത്തിന് മാത്രം ഉണ്ടായിട്ട് ദുഃഖാന്തരായ കുടുംബാംഗങ്ങളെ കർത്താവിന് പ്രിയപ്പെട്ട ദൈവം ഒരു വിലാപ ഭവനത്തിലേക്ക് നാം വന്ന് ചേർന്നിരിക്കുകയാണ്. ഈ കർത്തദാസന് ഈ ഭൗതിക ലോകത്തിൽ വെച്ച് അവസാനമായിട്ട് ഒരു നമുക്ക് കാണുവാനും ഈ കർത്തദാസന്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് പ്രാർത്ഥിക്കുവാനും അതുപോലെ തന്നെ ഈ പ്രിയ കർത്തദാസന്റെ വേർപാടിൽ ദുഃഖത്തിലും വിലാപത്തിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ആശ്വസിപ്പിക്കുവാനുമായിട്ടാണ് നാം വന്ന് ചേർന്നിരിക്കുന്നത്. ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവന്റെ ജനനം എത്രമാത്രം സ്വാഭാവികമാണോ അതേപോലെ തന്നെ വളരെ സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ് അവന്റെ വേർപാട് എന്ന് പറയുന്നത്. പക്ഷേ വേർപാടിനുള്ള മുഖാന്തരങ്ങൾ ഓരോ മനുഷ്യനെ സംബന്ധിച്ചും ഓരോ രീതിയിലാണ്. എല്ലാവരും ഒരേപോലെയുള്ള മുഖാന്തരമായിട്ടല്ല മരിക്കുന്നത്. എന്നാൽ ദൈവത്തിന്റെ നിശ്ചയം അനുസരിച്ച് ഓരോരുത്തരും ഓരോ ജീവിതത്തിൻ്റെതായിട്ടുള്ള രീതിയിൽ അവരെ ഈ ലോകത്തോട് ഇവിടെ പറയേണ്ടതായിട്ട് വരും. ഈ കർത്തദാസന് ഈ 65-ാമത്തെ വയസ്സിന് ദൈവത്തമ്പുരാന് കൊടുത്ത ആ ആയുസിന്റെ ദൈർഘ്യം അത്രമാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് നമ്മൾ വിശ്വസിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയാണല്ലോ. ആ രീതിയിൽ ദൈവം കൊടുത്തായിട്ടുള്ള ആ ദൈവത്തിൻ്റെതായിട്ടുള്ള ആ കാലഘട്ടത്തിൽ ഈ ഭൂമിയിലെ ജീവിക്കുവാൻ സാധിച്ചു. നമുക്ക് ആർക്കും തന്നെ നിത്യമായിട്ട് ഈ ലോകത്തിൽ ജീവിക്കുവാൻ കൊണ്ടും സാധിക്കുകയില്ല. അതുകൊണ്ട് ഈ ഭൗതിക ലോകം എന്ന് പറയുന്നത് നമുക്ക് താൽക്കാലികമായിട്ടുള്ള ഒരു പാർപ്പിടം മാത്രമാണ്. നമ്മളെ സംബന്ധിച്ച് നിത്യമായിട്ടുള്ള ഒരു വാസസ്ഥലമുണ്ട്, അത് സ്വർഗത്തിലാണ്. ആ നിത്യമായിട്ടുള്ള പാർപ്പിടത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഈ ലോകത്തിൽ ജീവിക്കുന്നവരായിട്ടുള്ള ആളുകളാണ് നാം ഓരോരുത്തരും. എന്നാൽ നമ്മുടെ പ്രിയപ്പെട്ടവരെ നമ്മിൽ നിന്ന് വേർപെടുന്നതായിട്ടുള്ള അവസരത്തിൽ അവരെ സംബന്ധിച്ച് നമുക്ക് ദുഃഖമുണ്ട്, പ്രയാസമുണ്ട്, സങ്കടമുണ്ട്. പക്ഷേ നിരാശയോടുകൂടിയുള്ള ദുഃഖമല്ല, നേരെ മറിച്ച് പ്രത്യാശയോടുകൂടിയുള്ള ദുഃഖമാണ്. കാരണം ആ പ്രത്യാശയ്ക്ക് കാരണം യേശുക്രിസ്തു നമുക്ക് തരുന്ന വാഗ്ദാനമാണ്. ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്നവനാരും ഒരു നാളും മരിക്കയില്ല എന്നുള്ള കർത്താവിന്റെ വചനമുണ്ട്. ആ വചനത്തിൽ നമ്മൾ പ്രത്യാശിക്കുന്നു. ആ പ്രത്യാശ നമുക്ക് പ്രിയപ്പെട്ടവരുടെ മേലുണ്ട് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ആ പ്രത്യാശ കാര്യപ്പാന്റെ കുടുംബാംഗങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്നീ അവസരത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നാം വിശുദ്ധ വേദപുസ്തകം പരിശോധിക്കുന്ന അവസരത്തിൽ മരണം എന്നുള്ള വാക്ക് പല അവസരത്തിൽ ഉപയോഗിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് വായിക്കുവാൻ കൊണ്ട് സാധിക്കും. പാപത്തിന്റെ ശമ്പളം മരണം മാത്രം. പാപം ചെയ്യുന്ന അദ്ദേഹം മരിക്കും. ഏകമനുഷ്യനാൽ മരണവും പാപത്താൽ പാപവും പാപത്താൽ മരണവും ലോകത്തിലേക്ക് വന്നു എന്നിങ്ങനെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്ന അവസരത്തിൽ അവിടെ മരണം എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ നാം ഈ മരണം എന്നുള്ള വാക്കിനെ സംബന്ധിച്ച് അത് ഏത് സന്ദർഭത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ അത് മിക്കവാറും പാപത്തിലെ ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ ഒരു അവസ്ഥയെ കാണിക്കുവാൻ കൊണ്ടാണ് മരണം എന്നുള്ള വാക്ക് പ്രധാനമായിട്ട് വിശുദ്ധ വേദപുസ്തകത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ ആത്മാവും ശരീരം തമ്മിൽ വേർപെടുന്ന ആ ഒരു അവസ്ഥയ്ക്ക് എന്താണ് പറയുന്നത്? നമ്മുടെ കർത്താവ് എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മുടെ കർത്താവിന്റെ ഭാഷയിൽ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുവാൻ കൊണ്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ മരണം എന്ന് പറയുന്ന വാക്ക് കർത്താവ് എവിടെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്? മുടിയപുത്രന്റേതായിട്ടുള്ള ഉപമ കർത്താവ് പറയുന്നുണ്ട്. ആ മുടിയപുത്രന്റെ തിരിച്ചുവരവിനായിട്ട് വളരെ പ്രത്യാശയോടുകൂടി ഇരിക്കുന്നതായിട്ടുള്ള ആ പിതാവ്
വളരെ നാളുകൾക്ക് ശേഷമായിട്ട് ആ മകന് തിരിച്ചു വരുന്നതായിട്ട് ദൂരത്ത് വെച്ചുകൊണ്ട് പിതാവ് ഓടിച്ചെന്ന് അവരെ ആലിംഗനം ചെയ്തിട്ട് തന്റെ ഭൃത്യന്മാരോട് പറയുന്നുണ്ട്, ഈ എന്റെ മകനെ മരിച്ചവരായിരുന്നു എന്ന്. അവിടെ എന്റെ മകനെ മരിച്ചവരായിരുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് അവര് മരിച്ച് ആത്മാവ് ചെല്ലുന്നതിൽ വേർപെട്ട് ഒരു ഡെഡ് ബോഡിയായിട്ട് തിരിച്ചു വന്നിരിക്കുന്നു എന്നുള്ള രീതിയിലല്ല ആ പിതാവ് ഉദ്ദേശിച്ചത്. നേരെ മറിച്ച് പാപത്തിൽ ജീവിച്ചതായിട്ടുള്ള അവന്റെ അവസ്ഥയെ ഓർത്താണ് ഈ എന്റെ മകനെ മരിച്ചവരായിരുന്നു എന്ന് പറഞ്ഞത്. എന്നാല് ആത്മാവും ശരീരം തമ്മിൽ വേർപെടുന്നതായിട്ടുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ച് കർത്താവ് എന്നാണ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. യാത്രയുടെ രോഗാവസ്ഥയെ സംബന്ധിച്ച് കർത്താവിന് അറിവ് കിട്ടി. പക്ഷേ ഉടനെ അവിടെ ചെന്നെത്തുവാൻ കർത്താവിന് സാധിച്ചില്ല. 2 ദിവസം കഴിഞ്ഞിട്ടാണ് കർത്താവിന് അവിടെ എത്തുവാൻ സാധിച്ചത്. ഞാൻ കർത്താവ് ആയിരുന്ന സ്ഥാനത്ത് ലാസറിന്റെ മരണത്തെ സംബന്ധിച്ച് വേർപാടിനെ സംബന്ധിച്ച് കർത്താവിന്റെ അറിവ് കിട്ടിയ അവസരത്തില് കർത്താവിന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നമ്മുടെ സ്നേഹിതനായിട്ടുള്ള ലാസർ നിദ്ര കൊള്ളുന്നു എന്ന്. അവിടെ ലാസറിന്റെ മരണത്തിന് കർത്താവ് കൊടുത്ത ഭാഷ്യം നിദ്ര കൊള്ളുന്നതായിട്ടുള്ള അവസ്ഥ, ഉറങ്ങുന്നതായിട്ടുള്ള അവസ്ഥ എന്നാണ്. അത് കർത്താവ് പറയുന്നുണ്ട്, ഞാനവരെ ഉണർത്തുവാനായിട്ട് പോവുകയാണ് എന്ന്. ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവരുടെ ഈ ലോകത്തിലെ വേർപാട് എന്ന് പറയുമ്പോൾ കർത്താവ് പറയുന്നത് പോലെ അതൊരു നിദ്രയാണ്, അത് ഉറങ്ങുന്നതായിട്ടുള്ള അവസ്ഥയാണ്. ആ ഉറങ്ങുന്നതായിട്ടുള്ള അവസ്ഥയിലായതുകൊണ്ട് ആണ് നമുക്ക് അവരെ കുറിച്ച് പ്രത്യാശമുള്ളത്. കാരണം അവർ ഉറങ്ങുന്ന മനുഷ്യരുടെ അടുക്കൽ ഇരുന്നത് നമ്മൾ വിലപിക്കുകയില്ല. അവര് എഴുന്നേറ്റുന്ന വരാത്തത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വിലപിക്കുകയില്ല. കാരണം അവരുടെ വിശ്വാസമയം ചെയ്യുന്ന അവസരത്തിൽ അവരെ ആ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നുള്ള പ്രത്യാശ അവരെ സംബന്ധിച്ചുള്ളതുകൊണ്ടാണ്. അതേ സംബന്ധിച്ചുള്ള പ്രത്യാശയാണ് നമ്മുടെ വാങ്ങിപ്പോയിരിക്കുന്നവരെ സംബന്ധിച്ച് കർത്താവ് നമുക്ക് പ്രദാനം ചെയ്യുന്നത്. ഈ പ്രിയദാസനെ സംബന്ധിച്ച് നിദ്ര കൊള്ളുന്നതായിട്ടുള്ള ഒരു അവസ്ഥയാണ്. പരിശുദ്ധനായ പൗലോസ് വാങ്ങിപ്പോയിരിക്കുന്നവരെ സംബന്ധിച്ച് ഉപയോഗിക്കുന്നതാണ് വാക്കുകൾ കൂടുതലായിട്ട് നിദ്ര കൊള്ളുന്നവരായിട്ടുള്ള ആളുകൾ. 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം 13-ാം വാക്യത്തില് പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് നിങ്ങൾ അറിവില്ലാതിരിക്കരുത് എന്ന് അനുമാനത്തോടെ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന്. അതിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, അങ്ങനെ നാം എപ്പോഴും നമ്മുടെ കർത്താവിനോട് ഒരുമിച്ച് സ്തുതി ചെയ്യും. ഒരു യേശുക്രിസ്തുവിൽ വിശ്വസിക്കാനുള്ള ഒരു മനുഷ്യനായിട്ടുള്ള അവസ്ഥ എന്ന് പറയുമ്പോൾ എപ്പോഴും കർത്താവിനോട് ഒരുമിച്ച് സ്തുതി ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് ഒരു മനുഷ്യൻ ഈ ലോകത്ത് അയക്കുന്ന അവസരത്തില് ഈ ലോകത്തിനായിട്ടുള്ള രീതിയിൽ കർത്താവിനോട് ഒരുമിച്ച് ജീവിക്കുന്ന അവസ്ഥ ഇവിടെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് മാറ്റപ്പെട്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ സന്നിധിയിൽ എത്തുവാനുള്ള സന്തോഷവും ആനന്ദവും ലഭ്യമാകാൻ കൊള്ളും അനുഗ്രഹിക്കട്ടെ എന്നീ അവസരത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കുടുംബാംഗങ്ങളോടുള്ള അനുശോചനം പ്രത്യേകിച്ച് ഓർത്തഡോക്സിന് വേണ്ടി ഞാൻ പ്രകാശിപ്പിക്കുകയാണ്. ഞാൻ ഈ കർത്തദാസനെ പ്രിയ മാതാവിന്റെ ഓർമ്മ ദിവസങ്ങളൊക്കെ നടത്തുവാനൊക്കെ വേണം എത്രമാത്രം ശുഷ്കാന്തിയോടുകൂടെ അതിനുവേണ്ടി പരിശ്രമിച്ചിട്ടുണ്ട് ഞാൻ ഓർക്കുകയാണ്. ഈ ഞാനിവിടെ ഉണ്ടായിരുന്ന 2 വർഷങ്ങളിലും ആ പ്രിയ മാതാവിന്റെ ഓർമ്മ ദിവസം വരുന്ന അവസരത്തില് നേരത്തെ അറിയിക്കും, അമ്മയുടെ ഓർമ്മ ദിവസമാണ് കുർബാന നടത്തണം എന്ന് അറിയിച്ച് ആ കുർബാനയെ വന്ന് സംബന്ധിച്ച് അതൊരു അനുഗ്രഹീതമായിട്ടുള്ള രീതിയിൽ ആ കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്ന കാര്യം ഞാൻ ഇവിടെ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. സന്തോഷമാണെന്ന് കണ്ടുപോകാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും പ്രിയ സഹധർമ്മിണി മക്കള് അവരെ ബന്ധപ്പെട്ടവര് കുടുംബാംഗങ്ങളിലെ പ്രിയപ്പെട്ടവരോടുള്ള അനുശോചനം ഒരിക്കൽ കൂടി ഞാൻ അറിയിക്കുകയാണ്. ഇവിടെ ഗോപ്രാഥമികമായിട്ട് മൃതശരീരം പിടിച്ചിരിക്കാനുള്ള പദ്ധതിയിലേക്ക് എടുക്കുകയാണ്. അവിടെ അന്ത്യസ്മരണത്തിനുള്ള അവസരമുണ്ട്. അവിടെ ഇപ്പം പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഇതിനെ അനുഗ്രഹമായിട്ട് ദേവാലയത്തിലും വിലാപയാത്രയായിട്ട് കൊണ്ടുപോകുന്നതാണ്. ഈ മൃതശരീരത്തിനടുത്ത് പെട്ടിയിലേക്ക് വിവാഹത്തിനുള്ള അവസരം ഉണ്ടാകാത്തപ്പോഴും ആളുകൾ ഇവിടെ മാറി നിന്ന് അതിനുവേണ്ടിയുള്ള സൗകര്യം ഒരുക്കണമെന്നുള്ള കാര്യം ഓർമ്മിച്ചു. ദൈവം Will
ശരീരം പാടി രക്ഷകനെ നിൻ ഗാത്രത്തെ ഭക്ഷിച്ചും നിൻ വിലയേറോന്റെ കാകാസ പാനം ചാനെഴുന്നള്ളും രാജ മുകളകിൻ മേലാഘോഷിതനായിടുന്നു ദേവാൻ പാർത്താൻ മുൻകൊമ്പേ ആദം ായി പോയി അനുഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നവനെ നോയത്തിന്റെ ബന്ധത്തിൽ കർത്താവേ നിന്റെ യാത്രത്തെ കുറിച്ച് പരിച്ച് നിന്റെ വരവിനെ നോക്കി പാർക്കണമേ ചെയ്തുകൊണ്ടിവാക്കണമേ ബ്രാവിന്റെ സ്വാക്കിന്റെ ആക്കുവനിൽ നീ പാർപ്പിക്കണമേ വന്നതിന് വരുന്നതിന് മത്സ്യകാക്കുന്നതിന് വാഴ്ത്തപ്പെട്ടവനാകുന്നു ശരികളാക്കുമ്പോഴും ഭവനത്തിൽ വെച്ചുള്ള പ്രാർത്ഥനകൾ സമാപിച്ചിരിക്കുകയാണ്. ഇപ്പോൾ അന്ത്യചുമനം കൊടുക്കുവാൻ തക്കോണമുള്ളവർക്ക് അതിനുള്ള അവസരമാണ്. അതിനുശേഷമായിട്ട് വിലാപയാത്രയായിട്ട് ദേവാലയത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. വിലാപയാത്രയ്ക്കായിട്ട് മൃതശരീരം മന്ദിരങ്ങളായത് ഓർപ്പിക്കുന്നു. ദേവാലയത്തിൽ വെച്ച് മലബാർ ഭദ്രാസനത്തിന്റെ ഇടുക്കി ഭദ്രാസനത്തിന്റെ മെത്രാപ്പോലീത്ത അഭിമന്യ ആദ്യം അർപ്പിപ്പാന സിൽവൻസ് കൊണ്ട് ശുശ്രൂഷകൾക്ക് പ്രധാന കാർമ്മിത്വം വഹിക്കുന്നതായിരിക്കും എന്നുള്ള കാര്യം ഓർക്കും. രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു എൻ സ്വദേശം കാൺമതിന്നു ബദ്ധപ്പെട്ടോടിടുന്നു എൻ സ്വദേശം കാൺമതിന്നു ബദ്ധപ്പെട്ടോടിടുന്നു
വേഗം നിന്നെ കാണും ഞാൻ. യേശുവേ നിനക്കു സ്തോത്രം. വേഗം നിന്നെ കാണും ഞാൻ. നേരം മാത്രം എന്റെ യാത്ര തീരുവാൻ യേശുവേ നിനക്കു സ്തോത്രം. വേഗം നിന്നെ കാണും ഞാൻ. യേശുവേ നിനക്കു സ്തോത്രം. വേഗം നിന്നെ കാണും ഞാൻ. രാവിലെ ഞാൻ ഉണരുമ്പോൾ ഭാഗ്യമുള്ളോർ നിശ്ചയം എന്റെ യാത്രയുടെ അന്ത്യം ഇന്നലെ കാളടുപ്പം. എന്റെ യാത്രയുടെ അന്ത്യം ഇന്നലെ കാളടുപ്പം. നേരം മാത്രം എന്റെ യാത്ര തീരുവാൻ യേശുവേ നിനക്കു സ്തോത്രം. വേഗം നിന്നെ കാണും ഞാൻ. യേശുവേ നിനക്കു സ്തോത്രം. വേഗം നിന്നെ കാണും ഞാൻ. രാത്രിയിൽ ഞാൻ ദൈവത്തിൻ്റെ കൈകളിൽ ഉറങ്ങുന്നു. അപ്പോഴും എൻ രഥത്തിൻ്റെ ചക്രം മുൻപോട്ടോടുന്നു. അപ്പോഴും എൻ രഥത്തിൻ്റെ ചക്രം മുൻപോട്ടോടുന്നു. നേരം മാത്രം എന്റെ യാത്ര തീരുവാൻ യേശുവേ നിനക്കു സ്തോത്രം. വേഗം നിന്നെ കാണും ഞാൻ. യേശുവേ നിനക്കു സ്തോത്രം. വേഗം നിന്നെ കാണും ഞാൻ. തേടുവാൻ ജഡത്തിൻ സുഖം ഇപ്പോഴല്ല സമയം. സ്വന്ത നാട്ടിൽ ദൈവമുഖം കാണുകയത്രേ വാഞ്ചിതം. സ്വന്ത നാട്ടിൽ ദൈവമുഖം കാണുകയത്രേ
സ്വൽപ്പം വെള്ളം ദാഹിക്കൽ അല്പം അപ്പം വിശപ്പിന്നു സ്വൽപ്പം വെള്ളം ദാഹിക്കൽ നേരം മാത്രം എന്റെ യാത്ര തീരുവാൻ യേശുവേ നിനക്കു സ്തോത്രം വേഗം നിന്നെ കാണും ഞാൻ യേശുവേ നിനക്കു സ്തോത്രം വേഗം നിന്നെ കാണും ഞാൻ സ്ഥലം വിശേഷം ഫലമെത്ര മധുരം വേണ്ട വേണ്ട ഭൂപ്രദേശം അല്ല എന്റെ പാർപ്പിടം വേണ്ട വേണ്ട ഭൂപ്രദേശം അല്ല എന്റെ പാർപ്പിടം നേരം മാത്രം എന്റെ യാത്ര തീരുവാൻ യേശുവേ നിനക്കു സ്തോത്രം വേഗം നിന്നെ കാണും ഞാൻ യേശുവേ നിനക്കു സ്തോത്രം വേഗം നിന്നെ കാണും ഞാൻ എന്നെ ഏൽപ്പാനായി ദൈവദൂതർ വരുന്നു വേണ്ടും പോലെ യാത്രയ്ക്കായി പുതുശക്തി തരുന്നു വേണ്ടും പോലെ യാത്രയ്ക്കായി പുതുശക്തി
ശക്തി തരുന്നു. നേരം മാത്രം എന്റെ യാത്ര തീരുവാൻ യേശുവേ നിനക്കു സ്തോത്രം. വേഗം നിന്നെ കാണും ഞാൻ യേശുവേ. എന്റെ വൈദിക ശ്രേഷ്ഠരെ, കർത്താവിൽ വിശ്വാസികളെ, ദുഃഖാർത്തിതരായ കുടുംബാംഗങ്ങളെ, ഈ താൽക്കാലിക ജീവിതം വിട്ട് കർത്തസനിലേക്ക് യാത്രയായിരിക്കുന്ന ഈ പിതാവിന്റെ ആത്മാവിന് ദൈവത്തമ്പുരാൻ നിത്യശാന്തി കൊടുക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. വേർപാട് എപ്പോഴും വേദനാജനകമാണ്. ഏത് പ്രായത്തിലായിരുന്നാലും ഏത് സഭയിലായിരുന്നാലും വേർപാട് വേദനാജനകമാണ്. നമ്മളിൽ നിന്ന് മാഞ്ഞു പോകുന്നു. എന്നാൽ ദൈവത്തിൻ്റെ സന്നിധിയിലേക്കാണ് ഈ പിതാവ് കടന്നു പോകുന്നത് എന്നുള്ളൊരു പ്രത്യാശ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. ഞാൻ നല്ലപോലെ പൊരുതി ഓർഡർ തികച്ച് വിശ്വാസം കാത്തു നീതിയുടെ കിരീടം അവൻ എനിക്കായിട്ട് വെച്ചിരിക്കുന്നു. ആ നീതിയുടെ കിരീടം പ്രാപിപ്പാനായിട്ടാണ് ഈ പിതാവ് നമ്മിൽ നിന്ന് കടന്നു പോകുന്നത്. നാം ഓരോരുത്തരും ഈ ലോകത്തിൽ ജീവിക്കുന്ന വാടാത്ത നീതിയുടെ കിരീടം പ്രാപിക്കാനായിട്ട്. അതുകൊണ്ട് അനേക വർഷം ലോകത്തിൽ ജീവിക്കണമെന്നില്ല. ജീവിക്കുന്നിടത്തോളം കാലം അർത്ഥവത്തായി, നല്ല സാക്ഷ്യമുള്ളവരായി, ദർശനമുള്ളവരായി ഈ ലോകത്തിൽ ജീവിക്കാൻ ദൈവമേനെ ഇടയാക്കണമേ എന്ന് പ്രത്യേകമായിട്ട് നാം പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. ദൈവത്തമ്പുരാൻ തന്റെ വിശുദ്ധന്മാരിൽ തിരഞ്ഞെടുക്കപ്പെടുന്നവരുടെ കൂടുതൽ ഈ ദാസന്റെ ആത്മാവിനെ ആനന്ദിപ്പിക്കട്ടെ. ആ ദരിദ്രനായ ലാസറിനോടുകൂടി ഇവന്റെ ആത്മാവിനെ ആനന്ദിപ്പിക്കട്ടെ. കാരുണ്യമാകുന്ന നല്ല എണ്ണ കൊണ്ട് തങ്ങളുടെ വിളക്കുകൾ കെട്ടുപോകാതെ സൂക്ഷിച്ച ബുദ്ധിമതികളായ ആ 5 കന്യകമാരോടൊപ്പം ദൈവത്തമ്പുരാൻ ഇവന്റെ ആത്മാവിനെ ആനന്ദിപ്പിക്കട്ടെ. എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ലോകാരംഭത്തിന് മുമ്പ് നിങ്ങൾക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യം എന്ന അവകാശമാക്കിക്കൊള്ളുവീനെന്ന് വലതുഭാഗത്തുള്ളവരോട് അവിടെ ചെയ്യുന്ന ഇമ്പശബ്ദം കേൾപ്പാൻ നമുക്ക് ഓരോരുത്തരും നമ്മിന്ന് വാങ്ങിപ്പോയ ദാസന്റെ ആത്മാവിനെ ഇവിടെയാക്കട്ടെ. ശവസംസ്കാര ശുശ്രൂഷയുടെ